നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, വ്യക്തിപരമായ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്നതാകണം. അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്ന ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവം അനുവദിച്ചു തരുന്ന എത്രയും ആയുസ്സിൻ്റെ ദൈർഘ്യം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് തീർക്കാനുള്ളതല്ല. ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും വ്യക്തിപരമായ പ്ലാനുകളും പദ്ധതികളുമുണ്ട്. അതനുസരിച്ച് നമ്മളുടെ ജീവിതം വ്യക്തിപരമായി ക്രമപ്പെടുത്തണം. നമ്മളൊരു സമൂഹത്തിലെ അംഗങ്ങളാണ്, സഭയിലെ അംഗങ്ങളാണ്, കുടുംബത്തിലെ അംഗങ്ങളാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മളുടെ ആ കാര്യങ്ങൾ വളരെ വ്യക്തിപരമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ദൈവത്തോടുള്ള സമീപസ്ഥത എന്നാണ്. ക്ലോസ്നെസ് ടു ഗോഡ്, ദൈവത്തോടുള്ള സമീപസ്ഥത. ഇത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഈ ദൈവത്തോടുള്ള സമീപസ്ഥത അല്ലെങ്കിൽ വ്യക്തിപരമായ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഫലദായകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ സുവിശേഷത്തിലെ ഈശോ പറഞ്ഞ വിതക്കാരൻ്റെ ഉപമയിലേക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഫലം പുറപ്പെടുവിക്കുന്ന ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു ഉപമയാണ് ഏറ്റവും ആദ്യത്തെ ചിന്താവിഷയമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിലും ആ ഉപമാഭാഗത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് 18 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് വിതക്കാരൻ്റെ ഉപമ എന്താണെന്നും അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്നും. 4 കാറ്റഗറീസാണ്, 4 തരത്തിലുള്ള ക്രൈസ്തവരെ കുറിച്ചുള്ള പ്രതിപാദനമാണോ എന്ന് നമ്മൾ ഒരു വ്യക്തിപരമായ വ്യാഖ്യാനം ഉൾപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുകയാണ്. 4 തരത്തിലുള്ള ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉടമകൾ. ഒന്നാമത്തെ വിഭാഗം നമ്മൾ ആരൊക്കെ ഏതിലൊക്കെ പെടുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വിതക്കാരൻ വിതച്ച വിത്തില് വഴിയരികിൽ വീണ വിത്താണ്. വഴി അരികിൽ വീണ വിത്ത്, അത് ദൈവവചനമാണ്. വിത്ത് നമുക്ക് അറിയാം. പക്ഷെ നമ്മളെ ഓരോരുത്തരെയും ആ വിത്തിൻ്റെ സ്ഥാനത്ത് സങ്കല്പിച്ചുകൊണ്ട് ദൈവം വിതച്ചിരിക്കുന്നവരാണ്. ക്രൈസ്തവർ ഓരോരുത്തരെയും ദൈവം വിവിധ സ്ഥലങ്ങളിൽ വിതച്ചിരിക്കുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നില എന്താണ്, നിലവാരം എന്താണ്? ഞാൻ പറയാൻ അല്ലെങ്കിൽ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു തരം വഴിയോര ക്രൈസ്തവരെന്നാണ്. വഴിയോര ക്രൈസ്തവർ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ദൈവികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് തങ്ങളെന്നുള്ള സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള അവബോധവുമില്ലാതെ, ഒരു തരത്തിലുള്ള ഡിസിപ്ലിൻ ഇല്ലാതെ, ശിക്ഷണമില്ലാതെ, ഒരു തരത്തിലുള്ള ക്രൈസ്തവ നിയന്ത്രണങ്ങൾക്കും വിധേയമാകാതെ തന്നിഷ്ടപ്രകാരം വരികയും പോവുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള നിസ്സംഗതയുടെ ജീവിതം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ തന്നെ ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ കടന്നു വരും. പക്ഷികൾ വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനത്തെ എടുത്തു മാറ്റുന്ന ദൈവിക സംവിധാനങ്ങളെയും ദൈവിക ക്രമങ്ങളെയും മുഴുവനും ഇല്ലാതാക്കി തീർക്കാൻ എളുപ്പമുണ്ട്. ശിക്ഷണം ലഭിക്കാത്തവര്, ക്രൈസ്തവ ശിക്ഷണം വേണമെന്ന് ആഗ്രഹിക്കാത്തവര്, സ്വന്തം ജീവിതത്തെക്കുറിച്ച് യാതൊരു ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും ഇല്ലാത്ത ഇത്തരത്തിലുള്ള ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ വ്യക്തികൾ, ഫലം പുറപ്പെടുവിക്കുന്ന ക്രൈസ്തവ ജീവിതമാണ് നമ്മുടെ ആശയം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കാൻ സാധിക്കുക? ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ഒരു ചിന്തനീയ വിഷയമാണത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്കറിയാം, വിതക്കാരൻ വിതച്ച വിത്ത് പാറപ്പുറത്ത് വീണവയാ. പാറപ്പുറത്ത് വീണവ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് പാറപ്പുറം ക്രൈസ്തവരെന്നാണ്. റോക്ക് ഹാർഡ് ക്രിസ്ത്യൻസ്. ആദ്യത്തേത് വേ സൈഡ് ക്രിസ്ത്യൻസാണ്, വഴിയോര ക്രൈസ്തവർ. രണ്ടാമത്തേത് റോക്ക് ഹാർഡ് ക്രിസ്ത്യൻസ്, ഹൃദയം കഠിനമായിരിക്കുന്ന അവസ്ഥ.
സ്വന്തം സഹജീവികളായ മനുഷ്യരോട് ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും മാനുഷിക വികാരങ്ങളും പ്രകടിപ്പിക്കാൻ പറ്റാത്തവർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ ഇങ്ങനെ തന്നെയാണ്. സഹജീവികളോട് കാരുണ്യവും സ്നേഹവും അനുകമ്പയും ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയം കഠിനമാക്കുന്നവരും മുഖം തിരിച്ചു കളയുന്നവരും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ പ്രത്യേകമായി വായിക്കുന്ന ഒരു കാര്യമാണ് 7-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളിൽ ഹൃദയത്തെ കഠിനമാക്കുന്ന, കരയുന്നവരോടുകൂടെ കരയുവാനും ചിരിക്കുന്നവരോടുകൂടി ചിരിക്കുവാനുമുള്ള പൊതുഭാഷയിൽ പ്രഭാഷകൻ അവതരിപ്പിക്കുന്നത് മാനുഷിക വികാരങ്ങളോടെ സഹമനുഷ്യരോട് വർത്തിക്കണം എന്നത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഇത്തരത്തിലുള്ള മാനുഷിക വികാരങ്ങളോടുകൂടി സഹോദരങ്ങളോട് പെരുമാറാൻ സാധിക്കണം. പാറപ്പുറം ക്രൈസ്തവരെ പോലെ ജീവിതത്തിൽ ഫലം പുറപ്പെടുപ്പിക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഹൃദയത്തെ കഠിനമാക്കിയാൽ ഈശോ ഹൃദയ കാഠിന്യത്തെയും വിശ്വാസരാഹിത്യത്തെയും ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിയ ഒരു സംഭവമുണ്ടല്ലോ മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. അവൻ അവരുടെ ഹൃദയ കാഠിന്യത്തെ, വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തി. നമ്മുടെ കഠിനമായ ഹൃദയ അവസ്ഥ, അതുമൂലം സഹോദരങ്ങൾക്ക് ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ, നമ്മൾ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാവുകയും ഈശോയുടെ ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തെ തരളിത ഹൃദയമാക്കാൻ, മാംസളമുള്ള ഹൃദയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. അവിടെ നിന്നാണ് ഫലം പുറപ്പെടുവിക്കുവാൻ ഇടവരുന്നതെന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. മൂന്നാമത്തെ കാറ്റഗറി, വിശുദ്ധ വചനം നമ്മളോട് പറയുന്നത് പോലെ വിതക്കാരൻ വിതച്ച വിത്തിൽ കുറെ മുൾച്ചെടികൾക്കിടയിൽ വീണു, മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞെരിഞ്ഞമരുന്നവരാ. ആഗ്രഹമുണ്ട് കയറിപ്പോരാൻ, വളർന്ന് വികസിക്കാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹിച്ചാലും വേണ്ട തരത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ഹൃദയം മുൾച്ചെടികൾ കൊണ്ട് ഞെരിഞ്ഞമരുകയാണ്. ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് തോൺ ക്രഷ്ഡ് ക്രിസ്ത്യൻസ് എന്ന. തോൺ ക്രഷ്ഡ്, മുള്ളുകൾ കൊണ്ട് ഞെരിഞ്ഞമരുന്ന ജീവിതത്തിൻ്റെ ഉടമകൾ. ഒരു നിവൃത്തിയില്ല. ഈ മുള്ളുകളുടെ സ്ഥാനത്ത് എന്തെല്ലാം മുള്ളുകളാണെന്ന് നമുക്കറിയാം. ബാഹ്യമായ പ്രലോഭനങ്ങളാണ്. ഇന്ന് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു ലൗകിക വൽക്കരണം നടക്കപ്പെടുകയാണ്. ആധ്യാത്മിക മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിച്ചിരിക്കുക, പലതരത്തിലുള്ള അധപതനങ്ങൾ സംഭവിച്ചിരിക്കുക. ധാർമ്മിക അധപതനങ്ങൾ, മൂല്യശോഷണങ്ങൾ, ഏറെ പ്രത്യേകമായി സാംസ്കാരിക അധപതനമാണ്. മൂല്യങ്ങളുള്ളവയെ കണ്ടാസ്വദിക്കുവാനും, അത് സാഹിത്യരംഗത്തായാലും ഏത് രംഗത്തായാലും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവയെ കണ്ടാസ്വദിക്കുവാൻ ആർക്കും സമയമില്ല. പരിഹാസ്യദ്യോതകവും കുറ്റപ്പെടുത്തുന്നതും മറ്റുള്ളവരെ തഴഞ്ഞിടുന്നതുമായ കൃതികൾ ഉൾപ്പെടെയുള്ളവ വായിച്ചാസ്വദിക്കുവാനും അങ്ങനെയുള്ളവ പ്രചരിപ്പിക്കുവാനും മനുഷ്യരിന്ന് വെമ്പൽ കൊള്ളുകയാണ്. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുവാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാനും വ്യാജ ആരോപണങ്ങൾ നടത്തുവാനും ഒക്കെ സമയമുണ്ട്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ഒരു അധപ്പതനം, ഒരു ച്യുതി സംഭവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, അങ്ങനെയുള്ള മുള്ളുകൾ നമ്മളെ ഞെരിച്ചമർത്താനായിട്ട് ഇടവരുത്തരുത്. സ്വകാര്യ ജീവിതത്തിലെ ഒരുപാട് പ്രലോഭനങ്ങളാകുന്ന മുള്ളുകൾ കൊണ്ട് ഞെരുക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ്ലീഹായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലേഖന ഭാഗങ്ങളിൽ പൗലോസ്ലീഹ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് 12-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ പ്രത്യേകം നമ്മളത് അനുസ്മരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ടുള്ള മുള്ളുകൾ കൊണ്ട് ഞെരിഞ്ഞമർന്നു പോയാൽ ക്രൈസ്തവ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും? 4-ാമത്തെ കാറ്റഗറി നമുക്കറിയാവുന്നതുപോലെ നല്ല നിലത്ത് വീണ വിത്തുകളാണ്. ഫലം പുറപ്പെടുവിക്കാൻ ഏറ്റവും അനുയോജ്യമായ നിലത്ത് വീണ വിത്തുകളാണ്. ഈ നല്ല നിലം നമ്മൾ തന്നെ ഒരുക്കിയെടുക്കുകയാണ്. 100 മേനി 60 മേനി 30 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മൾ തന്നെ സ്ഥലം ഒരുക്കിയെടുക്കുക. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കണം, വളരണം, വികസിക്കണം, ഫലം പുറപ്പെടുവിക്കണം. നല്ല നില ക്രൈസ്തവരെന്ന് വിളിക്കാം. ഫെർട്ടൈൽ സോയിൽ ക്രിസ്ത്യൻസ്, നല്ല നിലം ക്രൈസ്തവർ. അവിടെയാണ് ജീവിതത്തിൻ്റെ വലിയ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കാണ്ട് സാധിക്കുക.
ജീവിതത്തിലെ നല്ല നിലം ഉൾപ്പെടുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉടമകളാകാൻ, അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.